നമ്മുടെ റോൾ മോഡൽ യേശു ക്രിസ്തുവാണല്ലോ. ക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയേക്കുന്ന കേൾക്കണം. അവൻ യോർദാനിൽ സ്നാനമേറ്റ് കയറിയപ്പം ആത്മാവ് പ്രാവെന്ന പോലെ അവൻ്റെ മേൽ വന്നിറങ്ങി. ലൂക്കോസ് 4:1 അവൻ ആത്മാവിൻ്റെ ശക്തിയോടെ യോർദാൻ വിട്ടു. യേശുവിൻ്റെ ശുശ്രൂഷയിൽ നോക്കി, ദൈവത്തിന് സ്തോത്രം, ആത്മാവിൻ്റെ ശക്തിയുള്ള യേശുവിനെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുകയാണ്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. ചുമ്മാതെ യോഗത്തിന് വന്ന് കുറച്ച് കൈയടിച്ച് ചെന്ത വിഷയം എന്നൊരു പാട്ടുപാടിപ്പോയാൽ സ്പിരിച്വൽ ടച്ച് ഉണ്ടാകത്തില്ല. നിറവുണ്ടായാൽ നിർബന്ധങ്ങളുണ്ടാവും, നിറവുണ്ടായാൽ നടത്തിപ്പുണ്ടാകും, നിറവുണ്ടായാൽ മൂവ് ചെയ്യാൻ ഹോളി സ്പിരിറ്റ് പറയും. ലോകം മുഴുവൻ തടഞ്ഞാലും നിന്നെ പുഷ് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ അത് ദൈവാത്മാവാണ്. നിറയാത്തവന് ഈ നിറവ് പറഞ്ഞ അറിയത്തില്ല. നമ്മൾ എന്നും ഉപയോഗിക്കുന്ന സാധന പഞ്ചസാര. ഒരു 4 സ്പൂൺ ഇട്ടാ രാവിലെ കാപ്പി കുടിക്കുന്നു, അല്ലയോ? ഷുഗർ ഉള്ളവർ കുടിക്കുന്നില്ല, അത് വേറെ കാര്യം. ഇല്ലാത്ത കാലത്ത് ഏത് കോഫി സെന്ററിൽ പോയാലും വാങ്ങിച്ച കാപ്പി ഒരു കവിള് കുടിച്ചു തിരിച്ചു കൊടുക്കും. ചേട്ടാ ഒരു ഇച്ചിരൂടെന്ന ചോദ്യം. പേപ്പറിൽ പഞ്ചസാര എന്ന് എഴുതിയാൽ പഞ്ചസാരയുടെ ഗുണം അറിയത്തില്ല. കയ്യിലെടുത്ത് നോക്കിയാൽ പഞ്ചാര കൊള്ളാം, വെള്ള കളറാ. അതിൽ 1-2 തരി നാക്കയിലിട്ടാലേ അതിന് രുചി പിടികിട്ടും. ശക്തി അനുഭവിക്കാത്തവന് ശക്തിയെ കുറിച്ച് എന്താ പറയാൻ പറ്റും? ശക്തി അനുഭവിച്ചവരും അറിഞ്ഞവരും ആ ശക്തിയെ കുറിച്ച് പഠിപ്പിക്കുന്നു. ഈ ശക്തിയിൽ നിറഞ്ഞ് 3-ാം സ്വർഗം വരെ പോയച്ച് വന്നവൻ എഴുതിയതായ എഫേസ്യ ലേഖനം. ഒരാമയും വരുന്നില്ല. അതുകൊണ്ട് ശക്തി അറിയാത്തവൻ പറയുന്ന കഥയുടെ പുറകെ പോയാൽ നീയും അവനെ പോലെ ഒരു വേർപാടുകാരനായിപ്പോയി. അവൻ ആത്മാവിന്റെ ശക്തിയോടെ യോർദാൻ വിട്ടു. മർക്കോസ് എഴുതി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. ആത്മാവിന്റെ നിർബന്ധവും ആത്മാവിന്റെ നടത്തിപ്പും ആത്മാവിന്റെ ശക്തിയൊക്കെ ഒരു ദൈവവൈതൽ തിരിച്ചറിയണമെങ്കിൽ ആദ്യം അവന് നടക്കേണ്ടത് ആത്മനിറവ്. ഇന്നിവിടുന്ന് പോകുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട്, ഇവിടെയുള്ള എല്ലാവരും നിറഞ്ഞിട്ടേ പോകാവൂ. ഹല്ലേലൂയ. നിറഞ്ഞാലുള്ള ചില പ്രത്യേകതകൾ പറയുമ്പോൾ ആ നിറയാനുള്ള കൊതി ഉണ്ടാകത്തു.